പാറ്റ്നയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ED റെയ്ഡ്. വ്യാജ സർക്കാർ ജോലികളുടെ പേരിലാണ് തട്ടിപ്പ്. എറണാകുളം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പരിശോധന. 40 സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പുകൾ. രാജ്യവ്യാപകമായി 15 കേന്ദ്രങ്ങളിലാണ് EDയുടെ റെയ്ഡ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ഇത് അത്ര ചെറിയ കാര്യമല്ല. ഈ പരിശോധന വലിയ ഗൗരവമേറിയ ഒന്നായി മാറുകയാണ്. തൊഴിൽ തട്ടിപ്പാണ് പ്രധാന വിഷയം. വിവരങ്ങൾ. കൃഷ്ണരാജ്, വലിയ ഒരു തട്ടിപ്പിൻ്റെ ഭാഗം രാജ്യത്താകെ നടന്നിട്ടുള്ള, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇരകളാക്കപ്പെട്ടവർ ഉണ്ടായിട്ടുള്ള ഒരു വലിയ തട്ടിപ്പിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള പരിശോധന തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. കേരളത്തിൽ മാത്രം 4 കേന്ദ്രങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. എറണാകുളം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഈ പരിശോധന നടക്കുന്നത്. എന്നാൽ രാജ്യത്താകെ 15 കേന്ദ്രങ്ങളിലധികം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ തട്ടിപ്പ് സംഘങ്ങൾ പ്രധാനമായും സർക്കാർ ജോലികൾ, കേന്ദ്ര സർക്കാർ ജോലികൾ അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത്. അത് വിശ്വസിപ്പിക്കാനായി വ്യാജമായി തന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അടക്കം തയ്യാറാക്കിയിരുന്നു. ചില ആളുകൾക്ക് വലിയ തുക സാലറി അത് ഇവർ തന്നെ, ഈ തട്ടിപ്പുകാർ തന്നെ നൽകി വിശ്വാസം ജനിപ്പിക്കുകയും മറ്റ് കൂടുതൽ ആളുകളെ അങ്ങനെ ഈ ഇരകളാക്കി മാറ്റുകയും എല്ലാമാണ് ചെയ്തത്. ഇന്ത്യൻ റെയിൽവേ അടക്കം 40ഓളം സ്ഥാപനങ്ങളുടെ പേരിലാണ് പ്രധാനമായും തട്ടിപ്പ് നടത്തിയത്. അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, കോടതിയുണ്ട്. ഹൈക്കോടതിയിൽ ആ നിയമനങ്ങൾ നടത്താമെന്ന് പറഞ്ഞു പോലും തട്ടിപ്പുകൾ ഈ സംഘം നടത്തി എന്നാണ് അന്വേഷണത്തിൽ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല PWD ബീഹാർ സർക്കാരിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാറ്റ്നയിൽ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പാറ്റ്ന യൂണിറ്റ് ED രജിസ്റ്റർ ചെയ്യുന്നതും അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പരിശോധനയ്ക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. രാജസ്ഥാൻ സെക്രട്ടേറിയറ്റിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളെയും അല്ലെങ്കിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഇത്തരത്തിൽ തട്ടിപ്പിൻ്റെ വേണ്ടി, ആ ഒരു പേരിന് വേണ്ടി ഉപയോഗപ്പെടുത്തി 40ലധികം, ഇന്ത്യൻ റെയിൽവേ അടക്കം 40ലധികം സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പല ആളുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ഈ സംഘം പിരിച്ചിരുന്നത്. പലരെയും വളരെ കൃത്യമായി തന്നെ കബളിപ്പിക്കാനും വിശ്വസിപ്പിക്കാനും ഇവർക്ക് കഴിഞ്ഞു. മാത്രമല്ല വ്യാജ ഇമെയിൽ IDകൾ അടക്കം തയ്യാറാക്കി വ്യാജ ഇമെയിൽ സന്ദേശങ്ങൾ ക്രിയേറ്റ് ചെയ്തും എല്ലാം തന്നെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്, തട്ടിപ്പുകാർ ചെയ്തിരുന്നത്. അതിനുവേണ്ടി നിരവധി ഫേക്ക് അക്കൗണ്ടുകൾ രൂപീകരിച്ചിട്ടുണ്ട്, ഫേക്ക് അക്കൗണ്ടുകൾ നിർമ്മിച്ചിരുന്നു. ആ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് പല മെസ്സേജുകളും, ഇമെയിൽ മെസ്സേജുകളും നിരവധി ആളുകൾക്ക് പോയിരുന്നത്. അതിലേക്കാണ് ഈ വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് അടക്കം അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നത്. പിന്നീടാണ് കൂടുതൽ സംശയങ്ങൾ പറയുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇതിൽ തട്ടിപ്പുണ്ടോ എന്നെല്ലാം ചെറിയ സംശയങ്ങൾ മനസ്സിൽ ഉരുത്തിരിയുന്ന ആളുകളെ, അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ 1-2 മാസങ്ങളിൽ സാലറി മുൻകൂർ എന്ന രീതിയിലടക്കം പണം നൽകുകയെല്ലാം തന്നെ ഒരു സംവിധാനം ഈ ഒരു തട്ടിപ്പ് സംഘം കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ രാജ്യത്താകെ നടന്ന വലിയൊരു തൊഴിൽ തട്ടിപ്പിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം തുടരുമ്പോൾ തന്നെയാണ് വ്യാപകമായി ഒരേ സമയം റെയ്ഡുകൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിലായി ഇവർ പ്രവർത്തിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. അത് ചിലത് വ്യാജ വിലാസങ്ങളിലായിരുന്നു എങ്കിൽ ചിലത് യഥാർത്ഥത്തിൽ തന്നെ അത്തരം ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. ആ ഓഫീസുകളിലേക്കാണ് ആളുകളെ, ഈ ഒരു ജോലി തേടുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇവരെ വിശ്വസിച്ച് പണം നൽകാൻ തയ്യാറാകുന്ന ആളുകളെ എത്തിക്കുകയും അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. അത്തരം കേന്ദ്രങ്ങൾ, ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പാറ്റ്നയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സംസ്ഥാനത്തെ 4 ജില്ലകളിൽ EDയുടെ റെയ്ഡ് നടക്കുകയാണ്. തൊഴിൽ തട്ടിപ്പിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.